ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഗയാമി ലഷ് ടൈം. നമ്മളിന്ന് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഒഴിച്ചുകറിയാണ് പരിചയപ്പെടുത്തുന്നത്. കൂടുതൽ പേർക്കും ഇത് അറിയാമായിരിക്കും, എങ്കിലും എൻ്റെ രീതിയിൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിക്കാം. മുരിങ്ങയിലും തുവരപ്പരിപ്പും കൂടെ ചേർത്തിട്ട് നല്ല അടിപൊളി ഒരു കറിയാണ് വെക്കുന്നത് കേട്ടോ. ഈ ഒരു കറി ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യമേ തന്നെ ഒരു 1/4 കപ്പ് തുവരപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് ഒരു 3-4 വട്ടം കഴുകിയെടുക്കുക. എന്നിട്ട് നമുക്കിത് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഒരു 1/4 കപ്പ് തുവരപ്പരിപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കൊരു 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ 2 വിസിൽ അടുപ്പിച്ച് നമുക്കത് പ്രഷർ മാറുന്നത് വരെ മാറ്റി വയ്ക്കാം. നമുക്കിതിന് അരപ്പ് നോക്കാം. 1 കപ്പ് തേങ്ങ ചിരകിയത്, അതേപോലെ ഒരു 4 ചെറിയ ഉള്ളി, 2 വെളുത്തുള്ളി, ഒരു 1/2 ടീസ്പൂൺ നല്ല ജീരകം. ഇത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ട് വരിക. അപ്പോൾ ഇതിലേക്കൊരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. ഇപ്പോൾ കുക്കറിൽ 2 വിസിലൊക്കെ വന്ന് അതിൻ്റെ പ്രഷറൊക്കെ പോയിട്ടുണ്ട്. പരിപ്പ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കിനി ഈ ഒരു പരിപ്പ് ഞാൻ മറ്റൊരു ചട്ടിയിലേക്ക് മാറ്റുകയാണ് കേട്ടോ. ഈ മൺചട്ടിയിലൊക്കെ കറികൾ വെക്കുമ്പോൾ നല്ല സ്വാദാണ്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ ഇട്ട് കഴിയുമ്പോൾ ഇത് അധികം എരിയില്ലാത്ത മുളകാണ് കേട്ടോ. അതുകൊണ്ടാണ് കാശ്മീരി മുളക് പൊടിയാണ്, അതുകൊണ്ടാണ് ഇട്ടിരിക്കുന്നത്. സാധാരണ മുളക് പൊടിയാണെങ്കിൽ 1 ടീസ്പൂൺ ഇട്ടാൽ മതിയാവും. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി 1 കപ്പ് നല്ല ഫ്രഷ് മുരിങ്ങയില നല്ല വൃത്തിയായിട്ട് കഴുകിയത് തണ്ടിൽ നിന്ന് ഊർന്ന ഇല മാത്രം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ മുരിങ്ങയില അധികം മൂക്കാത്ത മുരിങ്ങയില ഇടുന്നതായിരിക്കും ഒന്നുകൂടെ സ്വാദ് കൂടുതൽ കേട്ടോ. ഇത് വേവാൻ പെട്ടെന്ന് എളുപ്പമാണ്, ഇല ആയതുകൊണ്ട് തന്നെ. ഇപ്പോൾ ഒരു 2 മിനിറ്റ് മതി. അപ്പോൾ മുരിങ്ങയില വെന്ത് കഴിയുമ്പോഴും എല്ലാം നന്നായിട്ട് ഒരു ചുരുളിച്ച് ഉരുണ്ട് വരും കേട്ടോ. അപ്പോൾ അതാണ് മുരിങ്ങയില വെന്തു എന്നറിയുന്നത്. അപ്പോൾ ഇപ്പം എല്ലാം വേർവിട്ട് കിടക്കുകയാണ്. അപ്പോൾ ഞാനൊന്ന് അടച്ചു വയ്ക്കുകയാണ് ഒരു 2 മിനിറ്റത്തേക്ക്. അപ്പോൾ 2 മിനിറ്റ് ശേഷം നോക്കുമ്പോൾ മുരിങ്ങയിലൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന അരപ്പുണ്ടല്ലോ, നാളികേരവും ചുമന്നുള്ളിയും വെളുത്തുള്ളിയും നല്ല ജീരകവും ഒക്കെ ചേർത്തിട്ട് നന്നായിട്ട് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഈ അരപ്പ് ആ മിക്സിയുടെ ജാറ് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചൊന്ന് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് കറിക്ക് എത്ര ചാറ് വേണം അതനുസരിച്ചിട്ട് കേട്ടോ. ഇത് അധികം അങ്ങ് ലൂസായി പോകരുത്, അത്യാവശ്യം നല്ല തിക്കായിട്ടുള്ളൊരു കറി ആയിരിക്കുമേ. അപ്പോൾ നമ്മൾ തേങ്ങ അരച്ച് ചേർത്തത് കൊണ്ട് തന്നെ ഇനി നമുക്കധികം തിളയ്ക്കാൻ പാടില്ല. തിളച്ച് കഴിഞ്ഞാൽ ഇതങ്ങ് പിരിഞ്ഞു പോലെയാവും. അപ്പോൾ ചൂടായാൽ മാത്രം മതി. നമുക്കൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് താളിച്ച് ചേർക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാൻ നെയ്യാണ് താളിക്കാനായിട്ട് ചേർത്തിരിക്കുന്നത് കേട്ടോ. നെയ്യ് ചേർക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക സ്വാദാണ്, അല്ലെങ്കിൽ വെളിച്ചെണ്ണ. അപ്പോൾ 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് കൂടി ഇട്ട് കൊടുക്കുക. കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ ഒരു 6 ചുമന്നുള്ളി ഇതേപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കുക. അപ്പോൾ ചുമന്നുള്ളി ഒരു 6-7 ഇട്ട് കൊടുത്താൽ നല്ല സ്വാദായിരിക്കും കറിക്ക് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് വറ്റൽ മുളകും കൂടി ഇട്ട് കൊടുക്കുക. ഇല ചേർത്തുള്ള കറി ആയതുകൊണ്ട് പ്രത്യേകിച്ച് കറിവേപ്പില ഞാനിവിടെ ചേർക്കാറില്ല, അതുകൊണ്ട് തന്നെ കറിവേപ്പില ഇടുന്നില്ല. അപ്പോൾ ഇത് നന്നായിട്ട് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് ഈ കറിയിലേക്ക് ഇത് ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതങ്ങ് അടച്ച് വെക്കുക കേട്ടോ. അതിൻ്റെ ആ ഒരു നല്ലൊരു ഫ്ലേവറൊക്കെ ഇറങ്ങാനായിട്ട് കുറച്ച് നേരം ഒന്ന് അടച്ച് വെക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്കിത് വീണ്ടും കഴിക്കാൻ നേരത്ത് ഇത് നമുക്ക് സെർവ് ചെയ്യാൻ നേരത്ത് നന്നായിട്ട് ഇളക്കി കൊടുത്താൽ മതി. നല്ല കറിയാണ് കേട്ടോ. ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ്. ഇതിൻ്റെ കൂടെ ഒരു പപ്പടം പൊള്ളിച്ചതും കൂടെ ഉണ്ടെങ്കിൽ അടിപൊളി കറിയാണ്. അപ്പോൾ എല്ലാ കൂട്ടുകാരും ട്രൈ ചെയ്ത് നോക്കൂ. മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.